ഒത്തിരി തിരക്കുകൾക്കിടയിലും നമ്മുടെ കുടുംബ സംഗമം ഇത്രയും ഭംഗിയായ രീതിയിൽ നടത്തുന്നതിനായി ഒരുപാട് പ്രയത്നിച്ച ആളാണ് നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ബിനു പി ഹസൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഉലുമ 2024 വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 2 വർഷം നമുക്ക് ഈ കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ മഹനീയമായ വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, ബന്ധങ്ങൾ വളരട്ടെ, നമ്മുടെ മക്കളുടെ സ്നേഹവും വളരട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. കൂടാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹനീയമായ വേദിയിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരെയും ഒരുമ 2024 കൂട്ടായ്മയുടെ പേരിലും ഈ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ആദ്യമായി ആശംസ അർപ്പിക്കുകയാണ്. വേദിയിൽ ഒരുപാട് പേര് ആശംസകൾ അർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA PV ശ്രീജൻ സാറായിരുന്നു. സാറുടെ എത്തിച്ചേർത്താൻ നമ്മുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം നിർവഹിക്കുന്നതായിരിക്കും. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ജയഭാരത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാനായ AMA കരീം സാഹിബ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സൗദിയിൽ 5 വർഷം ജോലി ചെയ്ത വ്യക്തിയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധിയാണ്. ദീനി പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂട്ടായ്മ ഒരുമ 2024 സന്നിഹിതരായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പെരുമ്പുള്ളിക്കാരൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, എൻ്റെ പിതാവായ കുഞ്ഞു അനിയന്മാരെ, സഹോദര സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയഭാരതിൻ്റെ കഥ പറയുന്നു. പെരുമ്പുള്ളിക്കുടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജയഭാരതിൻ്റെ കഥ പറയാനില്ല എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് തൃക്കാക്കരയിലുള്ള ഞങ്ങൾ ഇവിടെ വന്നു, ഇത് തുടങ്ങി എന്നതിന് കാരണം പെരുമ്പുള്ളിക്കുടിയാണ്. ബന്ധുത്വം മുതൽ ഇന്നു വരെ ഈ കോളേജാക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരും അതിൽ ഏറ്റവും കൂടുതൽ അതിന് ഞങ്ങൾക്ക് സഹായ സഹകരണമായി നിന്നത് പെരുമ്പുള്ളിക്കുടിയിലെ ഓരോ കുടുംബാംഗങ്ങളും, ഓരോ സഹോദരന്മാരും സഹോദരിമാരും. അത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയുന്ന കുറച്ച് പേരുകളുണ്ട്. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ കുഞ്ഞുമോമൊക്കെ കൂടിയാണ് ശരിക്ക് കരുപ്പുറത്ത് കാവിലേക്ക് പെരുമ്പുള്ളിക്കുടിയുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം വന്നത്. അങ്ങനെ എല്ലാവരും സെൽഫ് ഫൈനാൻസിംഗ് പോലെ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി ഞങ്ങൾ ക്ഷണിച്ചത് കുഞ്ഞുമ്മയ്ക്കായി, വേദിയിലേക്കായി, ഉമ്മർക്കായി കൂടിയാണ്. ഞങ്ങളുടെ വീട് തന്നെ എഴുതിത്തരാം, നിങ്ങൾ വന്ന് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വെറും വായകളുടെ പിന്നാടികൾക്കുണ്ടായിരുന്നു. അവരവരുടെ വീട്, അവരിരിക്കുന്ന സ്ഥലം ജയഭാരതിന് എഴുതിത്തരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജയഭാരതിന് തുടങ്ങാനുള്ള തുടക്കം കിട്ടിയത്. അങ്ങനെ ആയപ്പോൾ ജയഭാരതത്തോളം നിൽക്കാം, ഇവിടെ ഉറച്ചു നിൽക്കാം എന്ന ഒരു ധാരണ മനസ്സിലുണ്ടാവുകയാണ്. അങ്ങനെ ജയഭാരതിൻ്റെ സാരഥികൾ, ജയഭാരതിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു കോളേജ് തുടങ്ങുകയുണ്ടായി. 2002
നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, വെങ്ങോല ജംഗ്ഷനിലുള്ള തട്ടിൻപുറത്താണ് ജയഭാരത് തുടങ്ങിയത്. അതിനുശേഷം ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ മറ്റ് സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകൾക്ക് മാതൃകയായിക്കൊണ്ട് ജയഭാരത് കോളേജിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ജയഭാരതിന്റെ മാനേജ്മെന്റിനോടൊപ്പം പെരുപ്പിടി കുടിക്കും ഇതിന് ചുറ്റുമുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കുമാണ് എന്ന് ഉറക്കെ പറയാൻ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളാണ് ജയഭാരതിനെ വളർത്തിയത്, നാളെ നിങ്ങളാണ് വളർത്തേണ്ടത്. നിങ്ങളുടെ കൈകളിലാണ് ജയഭാരത് സുരക്ഷിതമായി ഇരിക്കുക എന്ന് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ രാജ്യത്തെ ഈ ചുറ്റുപാടിനെ സമൃദ്ധിയിലേക്ക്, വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക്, തൊഴിൽ വിപ്ലവത്തിലേക്ക്, സാംസ്കാരികമായ ഉന്നതിയിലേക്ക്, ഔന്നത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചലിക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതിനുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും നമ്മളോടൊപ്പമുണ്ട്. പടച്ചവൻ അനുഗ്രഹിക്കുന്നുള്ള ഒരുപാട് മൂലകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള വിഭവ സമൃദ്ധിയുണ്ട്. അതിനുള്ള മനസ്സുണ്ട്, മനഃശക്തിയുണ്ട്, കരുത്തുള്ള യുവജനങ്ങളുണ്ട്. അതിന് നമുക്ക് ഉപദേശം നൽകാൻ നമ്മുടെ കാരണവന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരാൾ കൊണ്ട് നടത്താൻ കഴിയുകയില്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണമെങ്കിൽ നാട്ടുകാരുടെ കൂട്ടായ്മ, വീട്ടുകാരുടെ കൂട്ടായ്മ, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്നു. ഉസ്താദിന് ഈ യോഗത്തിലേക്ക് ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ ഇമ്പമുള്ളതിനെയാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കൂടുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്, സഹവർത്തിത്വങ്ങളുണ്ട്, സഹകരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് കുടുംബയോഗം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ തുടക്കം ഏറ്റവും നല്ല രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ പോകാൻ കഴിയും എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ തുടങ്ങിയാൽ തന്നെ പദ്ധതി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ ഒരു കൊച്ചനുജത്തിയുടെ മകളെ ചോദിച്ചു, ഉമ്മ പഠിച്ച ക്ലാസ് ഏതാണ് എന്ന് ആ കുട്ടി വളരെയധികം ആവേശത്തോടുകൂടി ചോദിക്കുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കുറച്ചുപേരേക്ക് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മാർഗദർശനം നൽകാൻ കഴിഞ്ഞു. അവരുടെ നല്ല സംസ്കാരത്തിന് ഉടമകളാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ പിൻവഴിക്കൂടി കുടുംബയോഗത്തിന് എല്ലാവരുടെ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഇനിയും നമുക്ക് കാണാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. സജീവ